30 years of academic excellence. MGM Group of Institutions. Here, learning goes beyond books. എന്തായാലും അറിവിന് വേണ്ടി ബുദ്ധിയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപനം എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയുന്നത് മാതാപിതാ ഗുരു ദൈവമെന്ന്. ദൈവത്തെ കണ്ടവരുണ്ടോ എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞത് കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, രൂപത്തിൽ ഇങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ കണ്ട ദൈവമാണ് അമ്മ. അതുകൊണ്ടാണ് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. അപ്പം അമ്മയാണ് ആദ്യത്തെ ദൈവം, പിന്നെ അച്ഛനാണ്, ഗുരുവാണ്. ഇവരെല്ലാം മൂന്ന് പേരും ചേർന്നതാണ് ദൈവം. ആ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള വാക്ക് പുതിയ തലമുറ മാറ്റി മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാക്കി. എല്ലാം ഗൂഗിളായി. ക്ലാസ്സിലേക്ക് വരുന്നത്, ക്ലാസ്സിൽ നിന്ന് പോകുന്നത്, കല്യാണ വീട്ടിൽ പോകുന്നത്, ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നത് എല്ലാം ഗൂഗിളായി. അപ്പോൾ ഗുരുവിന് സ്ഥാനമില്ലാതെയായി. പഠിപ്പിച്ചവരാരായാലും, കരാട്ട പഠിപ്പിച്ചതും പൊറോട്ട അടിക്കാൻ പഠിപ്പിച്ചാലും ആരെന്ത് പഠിപ്പിച്ചാലും അവൻ ഗുരുനാഥൻ തന്നെയാണ്. ആ ഗുരുനാഥനെ ബഹുമാനിക്കാൻ ആദ്യം നമ്മൾ പഠിക്കണം. ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് ഏത് ജോലിയേക്കാളും മികവുള്ള ജോലി അധ്യാപകൻ്റെ ജോലി തന്നെയാണ്. ഒരു ടീച്ചറാകുക, അധ്യാപകനാകുക. റിട്ടയർഡ് ആയാലും കുറച്ച് ടയേർഡാകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നും എല്ലാ കുട്ടികളുടെ മുമ്പിലും ഏറെ ബഹുമാനം കിട്ടുന്ന ഒരു ജോലി, എൻ്റെ ടീച്ചർ, എൻ്റെ മാഷ് എന്ന് പറയുന്നൊരു സുഖം. അതാണ് ഈ ജ്ഞാനം വിജ്ഞാനം പ്രജ്ഞാനം എന്ന് പറഞ്ഞതുപോലെ പഠിച്ച വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ കിട്ടുന്ന അറിവ്. അപ്പോൾ അധ്യാപകനാകാതെ പോയതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എങ്കിലും ഞാൻ 10 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചതാണ്. എൻ്റെ ആഗ്രഹം കൊണ്ട് ട്യൂട്ടോറിയൽ കോളേജ് നടത്തി ഞാൻ പഠിപ്പിച്ച ആളാണ്. കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം കോളേജിലൊക്കെ പോയി ബുക്കൊക്കെ വായിക്കുകയും മലയാളം പ്രധാന വിഷയമായിട്ട് പഠിക്കുകയും BA വരെ പോവുകയും പഠിച്ച വിദ്യാലയം മാതൃഭാഷ നന്നായി പഠിക്കുകയും അതിനോടൊപ്പം സംസ്കൃതം പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ബുക്ക് വായനയാണ് കൂടുതൽ ഇഷ്ടം. കാരണം അതിനകത്താണ് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരും എന്നേക്കാൾ മുമ്പ് സൂര്യചന്ദ്രന്മാർ ദർശിച്ച് മരിച്ചുപോയവരുമൊക്കെ എഴുതി വച്ചിരിക്കുന്ന പട്ടിണിയുടെയും അനുഭവത്തിൻ്റെയും കഥ പറയുന്നത്. അപ്പോൾ വായിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ശീലമാകണം. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ സമയമില്ല എന്ന് പറയുന്നതിനാണ്. വായനയ്ക്കൊരു ദിനമില്ല, കലണ്ടറിലേ ഉള്ളൂ. മാതൃദിനമെന്ന് പറഞ്ഞൊരു ദിനമില്ല. അമ്മയുടെ ദിനം തന്നെയാണ് എല്ലാ ദിവസവും. പക്ഷെ എന്ത് ചെയ്യാം, പാപം അമ്മ ആവറേജും അച്ഛൻ ബീവറേജും ആയി പോകുന്നു. ഈ ആവറേജും ബീവറേജും കൂടി കൂട്ടിയിടിക്കുമ്പോൾ ഫുൾ കവറേജ് ആയി പോകുന്നു. അത് മറ്റൊന്ന്. എന്ത് ചെയ്യാൻ പറ്റും? വിധി അതാണ്. ഈ വിദ്യാലയം തുടങ്ങുന്ന നേരത്തിന് മദ്യശാലകളാണ് തുറന്നിരുന്നെങ്കിൽ കോടികൾ കൈപ്പറ്റാം. പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചു കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾ, ഞാൻ MGMൻ്റെ സ്റ്റുഡൻ്റാണ്, MGMൽ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആകാൻ കഴിഞ്ഞതെന്ന് പിന്നീട് പറയുമ്പോഴാണ്, അതാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എന്നെ ഞാൻ പഠിച്ച സ്കൂളെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അപ്പോൾ ആ ഒരു സുഖം ഇവിടുത്തെ വിദ്യാർത്ഥികൾ മികവിൻ്റെ പാതയിലാണെന്നറിഞ്ഞു. എല്ലാ വിദ്യാലയത്തിലും ഓരോ ആനുവൽ ഡേയും ഓരോ പ്രാവശ്യവും നിറപ്പകിട്ടാണ്, ഉത്സവം പോലെയാണ്. അത് കുട്ടികളുടെ മാത്രമല്ല, അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ചേർന്ന ഒരു ചടങ്ങല്ലാത്ത രീതിയിലുള്ള വലിയ നിറപ്പകിട്ടാർന്ന ആഘോഷം തന്നെയാണ്. അത് കാണുമ്പോൾ ചെറിയൊരു അസൂയുണ്ട്. ഇപ്പം മതിയായിരുന്നു ബാല്യം എന്ന് കൂടി തോന്നാറുണ്ട്. പക്ഷേ നേരത്തെ പഠിച്ചു പോയത് നന്നായി, നേരത്തെ ഉണ്ടായിരുന്നത് നന്നായി. കാര്യം നേരത്തെ ഉള്ള കാലമാണ് ഏറ്റവും നല്ല കാലം. ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം, 3 കാലങ്ങളിൽ ഏറ്റവും നല്ല കാലം ഏതെന്ന് ചോദിച്ചാൽ വർത്തമാനകാലമാണെന്ന് പറയും. കാരണം ഭാവി കാലത്തെക്കുറിച്ച് ഇരുന്ന് ആലോചിക്കുകയും ചെയ്യാം, ഭൂതകാലത്തെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കുകയും ചെയ്യാം. അങ്ങനെ അതിനിടയ്ക്കിരുന്ന് വർത്തമാനവും പറയാം നമുക്ക്. 30 years of academic excellence. MGM Group of Institutions. Here, learning goes beyond books.